തൃശൂർ പടിയൂരിലെ പുളിക്കച്ചിറ ബണ്ട് പൊട്ടിക്കാൻ തീരുമാനമായി. 100ഓളം വീടുകളിൽ വെള്ളം കയറിയതോടെയാണ് ഈ നടപടി. അല്പസമയത്തിനകം ബണ്ട് പൊട്ടിക്കും. 24 വാർത്തയെ തുടർന്നാണ് അടിയന്തരമായ ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. 24 ഇമ്പാക്ട് സൂരജ് സജി വിവരങ്ങൾ നൽകാനുണ്ട്. സൂരജ്, ഈ ഒരൊറ്റ ബണ്ട് കാരണം ഒട്ടേറെ വീടുകളിലാണ് വെള്ളം കയറിയത്. നാട്ടുകാർ അന്ന് തന്നെ ആവശ്യപ്പെട്ടതാണ് ബണ്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം മാറുമെന്നുള്ളത്. മാത്രമല്ല പഞ്ചായത്തിൽ അവരുടെ വലിയ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. തുടർച്ചയായി ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അതിലൊരു നടപടി ഉണ്ടായിരിക്കുന്നു. അതിൽ സന്തോഷമുണ്ട്. സൂരജ്, എന്താണ്, എപ്പോഴാണ് ഈ ബണ്ട് പൊട്ടിക്കുക? നാട്ടുകാരെങ്ങനെയാണ് ഇപ്പോൾ ഇതിനോട് പ്രതികരിക്കുന്നത്? ഗോപികൃഷ്ണൻ, പാലം നിർമ്മാണത്തെ തുടർന്നാണ് ഈ താൽക്കാലികമായി ഈ ബണ്ട് നിർമ്മിച്ചിരുന്നത്. ആ ബണ്ടാണ് ഇപ്പോൾ പൊളിച്ചു മാറ്റാൻ തീരുമാനമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പടിയൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതിഷേധമൊക്കെയാണ് അവർ ഉയർത്തിയിരുന്നത്. 100-ലധികം വീടുകളിലായിരുന്നു അന്ന് വെള്ളം കയറിയത്. നമ്മളൊക്കെ ആ മേഖലയിൽ പോകുന്ന സമയത്ത് അരയോളം വെള്ളത്തിലൊക്കെ ഈ വീട്ടിലേക്ക് നടന്നു പോകേണ്ട സാഹചര്യമായിരുന്നു. പലരും ബന്ധുവീടുകളിലേക്ക് ഈ വീട് ഉപേക്ഷിച്ച് പോയിരുന്നു. പലരും പക്ഷേ ക്യാമ്പിലേക്ക് പോലും മാറാൻ തയ്യാറാകാതെ കടുത്ത പ്രതിഷേധമടക്കം ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പഞ്ചായത്ത് പ്രസിഡന്റിനെയും തഹസിൽദാരെയും അടക്കം തടഞ്ഞു വെച്ചുള്ള പ്രതിഷേധത്തിലേക്ക് അടക്കം പോയ പശ്ചാത്തലത്തിലാണ് ഈ ബണ്ട് പൊട്ടിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നത്. ഇവരുടെ ദുരിതം 24 പുറത്തെത്തിച്ച് തുടർ വാർത്തകൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ മന്ത്രിതലത്തിൽ തന്നെ ഒരു ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. PWD അധികൃതരടക്കം എത്തി ഇപ്പോൾ ഈ പടിയൂരിലെ ഈ ബണ്ട് പൊളിക്കാനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നു. ഈ ബണ്ട് പൊളിച്ചു നീക്കിയാൽ ഈ വീടുകളിൽ വെള്ളം കയറുന്നതിന് ഒരു ശമനമുണ്ടാകും. അവരെ സംബന്ധിച്ച് മഴ കുറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ വെള്ളം വീട്ടിലേക്ക് ഇരച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ബണ്ട് പൊളിച്ചാൽ മാത്രമേ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകൂ എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ വെള്ളക്കെട്ടിന്. അതുകൊണ്ട് തന്നെ ബണ്ട് പൊളിച്ചുകൊണ്ടുള്ള ഒരു നടപടികളിലേക്ക്, അതായത് പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച ബണ്ടാണ്, അത് ഈ മഴക്കാലം കണക്കിലെടുത്തുകൊണ്ട് പൊളിക്കുന്നു. അതിനുശേഷം ഈ മഴ മാറിയതിനു ശേഷം ബണ്ട് കെട്ടി പിന്നീട് പുനർനിർമ്മാണവുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ള. അല്പസമയത്തിനകം തന്നെ ബണ്ട് പൊളിക്കുകയും ചെയ്യും. GK. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. തുടർച്ചയായി 24 വാർത്ത കൊടുത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ വിഷയത്തിലൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. 100ഓളം വീടുകൾ വെള്ളക്കെട്ടിലായിരുന്നു. പടിയൂരിലാണ് സംഭവം. തൃശ്ശൂരിൽ പുളിക്കച്ചിറ ബണ്ട് പൊട്ടിക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നു. സൂരജ് സജി അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു നമ്മളുമായി.